നോക്കാനായിട്ട് പോകുന്നത് 2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 047/2024 ഗ്രാമറിൻ്റെ അകത്തുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ ഡാഷ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഐ ഡാഷ് ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ എന്നാണ് ചോദിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഡാഷിൻ്റെ അവിടെ ഗോ നമുക്ക് ആഡ് ചെയ്യണം. ഗോയിൻ്റെ ഏത് ഫോം ആണ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. വിൽ ഗോ ഉണ്ട്, ആം ഗോയിങ് ഉണ്ട്, ഗോയിങ് ഉണ്ട്, ഹാവ് ഗോൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ തന്നെ ഒരു കീ വേർഡ് കൊടുത്തിട്ടുണ്ട് നൗ. അപ്പം നൗ കണ്ടാൽ നമുക്കറിയാം അത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു ഫോമാണ് നൗ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നൗ കണ്ടാൽ നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് ആണ്, നമുക്ക് എന്തായാലും അറിയാം. ഓപ്ഷനിൽ വന്നിട്ട് വിൽ ഗോയും ഉണ്ട്, ഹാവ് ഗോണും ഉണ്ട്. അപ്പോൾ വിൽ ഗോയും ഹാവ് ഗോൺ എന്തായാലും വരില്ല. ബിയോ സിയോ ആയിരിക്കും നമുക്ക് നല്ലപോലെ അറിയാം. അതിൽ ഐ വന്നതുകൊണ്ട് ഐ ആം ഗോയിങ് ആയിരിക്കും, വെറും ഗോയിങ് വരത്തില്ല. അപ്പം നമുക്ക് എന്തായാലും ഒരുപാട് റൂളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് സുഖമായിട്ട് നമുക്ക് ഓപ്ഷൻ ബി ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തരുന്ന സമയത്ത് അവിടെ നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദി മൊമെൻറ്റ്, കറൻ്റ്ലി, ലുക്ക്, ലിസൺ എന്നീ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതെന്തായിരിക്കും, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ടാവും, ബട്ട് മോസ്റ്റ് കോമൺലി അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നൗ വന്നാലോ, അറ്റ് പ്രസൻറ്റ് വന്നാലോ, അറ്റ് ദി മൊമെൻറ്റ് വന്നാലോ, കറൻ്റ്ലി, ലുക്ക്, ലിസൺ, അങ്ങനെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ലുക്ക് ദി ബെസ്റ്റ് ഈസ് കമ്മിങ് എന്നായിരിക്കും പറയാം. അപ്പോൾ നോക്കൂ ദ ബെസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈസ് കമ്മിങ് എന്നായിരിക്കും നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി അതിൽ വേറൊരു പോയിന്റ് സ്റ്റേറ്റീവ് ആയിട്ടുള്ള വെർബ്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റേറ്റീവ് വെർബിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ചില വെർബുകൾ അതിനിപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ING ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ വെർബ് ഒരിക്കലും INGയിലായിട്ട് കൂട്ടി എഴുതത്തില്ല, വെറുതെ ആ വെർബ് അങ്ങനെ തന്നെ എഴുതത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള വെർബിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്താണ്? ലവ്, ഹേറ്റ്, ലൈക്ക്, വാണ്ട്, നീഡ്, നോ, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ തുടങ്ങിയ വാക്കുകളൊന്നും ഐ ആം നോയിങ് എന്ന് നമ്മൾ പറയത്തില്ല, ഐ നോ എന്നേ പറയത്തില്ല. പ്രസൻറ്റ് ടെൻസ് ആണ്, നമുക്ക് ഒരിക്കലും നമുക്ക് കണ്ടിന്യൂസ് ഫോമിലാണ് എഴുതുന്നുണ്ടെങ്കിൽ പോലും നോയിങ് എന്ന് നമ്മൾ ഒരിക്കലും എഴുതില്ല, നോ എന്ന് എഴുതത്തുള്ളൂ. അതാണ് ഈ സ്റ്റേറ്റീവ് വെർബ്. അപ്പോൾ സ്റ്റേറ്റീവ് വെർബ് ലവ് ഉണ്ട്, ഹേറ്റ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, പിന്നെ എന്താണ്, വാണ്ടും നീഡും ഉണ്ട്, നോയും ബിലീവും ഉണ്ട്, അണ്ടർസ്റ്റാൻഡും റിമെമ്പറും ഉണ്ട്. അപ്പോൾ ലവ്, ഹേറ്റ്, ലൈക്ക്, വാണ്ട്, നീഡ്, നോ, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ഇതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് ഓർത്തിരിക്കുക. അതൊന്നും ING എഴുതത്തില്ല എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്യൂച്ചർ എഗ്രിമെൻറ്റും ഉണ്ട്. നമുക്കറിയാം ചില കാര്യങ്ങൾ ഫ്യൂച്ചർ, ഇപ്പോൾ ടുമാറോ എന്ന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്ത് എഴുതാൻ തോന്നും, വില്ലൊക്കെ ചേർത്ത് എഴുതാൻ തോന്നും. പക്ഷേ ആ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ചില സമയത്ത് ഒരു ഫിക്സഡ് പ്ലാൻ ആണ്, ഒരു നിയർ ഫ്യൂച്ചർ സാധനമാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൻ്റെ സ്ഥാനത്ത് എന്തും എഴുതാം, പ്രസൻറ്റ് കണ്ടിന്യൂസും എഴുതാം. അതായത് ഐ ആം ലീവിങ് ഫോർ കൊച്ചി ടുമാറോ, നമുക്ക് കൊച്ചിക്ക് നാളെ പോവാണ്, ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. പ്ലാൻഡ് ആയിട്ടുള്ള നിയർ ഫ്യൂച്ചർ, തൊട്ടടുത്ത് നെക്സ്റ്റ് ഇയർ എന്നല്ല, തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ എഗ്രിമെൻറ്റ്സിന് ഫ്യൂച്ചർ ടെൻസിന് പകരം എന്തും ഉപയോഗിക്കാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, കുഴപ്പമില്ല എന്നുള്ളത് പഠിച്ചേക്കാം. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അറിയിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യമാണ്. ആ ഒരു സെൻറ്റൻസ് വരുമ്പോൾ അതിൽ കീ വേർഡ്സ് ആയിട്ടുള്ള നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദി മൊമെൻറ്റ്, കറൻ്റ്ലി, ലിസൺ, ലുക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ണും പൂട്ടി എഴുതിക്കുക. അതെന്തായിരിക്കും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ആം, ഈസ്, ആർ പ്ലസ് V1 പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ ചില വാക്കുകൾ വരുമ്പോൾ അതിൽ ING ഫോം, അത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പോലും ING ഫോം ഉപയോഗിക്കത്തില്ല. അതാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ട്രാപ്പാണ്. ലൈക്ക് ലവ്, ഹേറ്റ്, ലൈക്ക്, നീഡ്, വാണ്ട്, നോ, ബിലീവ്, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റീവ് വെർബാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്യൂച്ചർ എഗ്രിമെൻറ്റ്സ്, പ്ലാൻഡ് ആയിട്ടുള്ള നിയർ ഫ്യൂച്ചർ കാര്യമാണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the brand of furniture is dash any other brand of furniture in the market. അപ്പോൾ നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ ദാൻ ഉപയോഗിക്കണം എന്നറിയാം. പക്ഷേ ദാൻ ഉപയോഗിക്കുന്ന കൊനിഷ്ഠ എന്താണ്, കോസ്റ്റ്ലി ദാൻ ഉണ്ട്, ദി കോസ്റ്റ്ലിയസ് ഉണ്ട്, കോസ്റ്റ്ലിയർ ദാൻ ഉണ്ട്, മോസ്റ്റ് കോസ്റ്റ്ലി ദാൻ ഉണ്ട്. ഇതിൽ ഏത് ദാൻ ഉപയോഗിക്കും എന്നാണ് ചോദ്യം. നമുക്കിത് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും ദാൻ ഉപയോഗിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വീഡിയോ നമ്മൾ എൽഡറിൻ്റെ കാര്യം പറഞ്ഞു, ഒരു വീഡിയോ നമ്മൾ ഓൾഡറിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്.
ആണ്. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞൊരു കാര്യമാണ് ദാൻ എപ്പോൾ ഉപയോഗിക്കുന്നു, കമ്പാരിറ്റീവ് ആയിട്ടുള്ള വേർബിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ദാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കറിയാം കോസ്റ്റ്ലി എന്തല്ല, കമ്പാരിറ്റീവ് അല്ല, അപ്പോൾ ദാൻ ഉപയോഗിക്കത്തില്ല. ദി കോസ്റ്റ്ലിയസ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്, അപ്പോൾ എന്തായാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് 2 ഓപ്ഷനുള്ളൂ, മോസ്റ്റ് കോസ്റ്റ്ലി ദാൻ അല്ല, നമ്മുടെ കമ്പാരിറ്റീവ് എന്താണ്, കോസ്റ്റ്ലിയർ ദാൻ എന്നാണ്. അപ്പം നമുക്ക് ആ 2 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത ആൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ണും പൂട്ടി കോസ്റ്റ്ലിയർ ദാൻ എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ട്, നമ്മൾ ദാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ആയിട്ടുള്ള കാര്യം ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഐഡിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം 3 ഡിഗ്രി ഉണ്ട്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് എന്താണ്, ഒരു കമ്പാരിസൺ ഒന്നുമല്ല, കോസ്റ്റ്ലി, ദിസ് ബ്രാൻഡ് ഇസ് കോസ്റ്റ്ലി, അത്രയേ ഉള്ളൂ. കമ്പാരിറ്റീവ് എന്താണ്, 2 സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, കോസ്റ്റ്ലിയർ ദാൻ എ ഈസ് കോസ്റ്റ്ലിയർ ദാൻ ബി എന്നായിരിക്കും പറയാം. സൂപ്പർലേറ്റീവ് എന്താണ്, ബിക്കോസ് കമ്പയർ 1 against all, ഇതാണ് നല്ലത്, ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതാണ് എന്ന രീതിയിൽ ബാക്കി എല്ലാവരെയും വെച്ച് ഒരാളെ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും, ദ കോസ്റ്റ്ലിയസ്റ്റ്, എ ഈസ് ദ കോസ്റ്റ്ലിയസ്റ്റ് ബ്രാൻഡ് ഇൻ ദി മാർക്കറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും ഉപയോഗിക്കാത്തതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ തമ്മിലാണെങ്കിൽ ദാൻ ഉപയോഗിക്കുന്ന കമ്പാരിറ്റീവ് വരുന്നുണ്ടാവും. എല്ലാവരും ഒന്നും ഇതാണെന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ മാത്രം പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ദ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു കമ്പാരിറ്റീവ് ആണ് ER വരും എന്ന് പറഞ്ഞു, പക്ഷേ ER വരുന്ന എല്ലാവരും ഉണ്ടാവണം എന്നില്ല. ഈ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ലിറ്റിൽ, ലെസ് ആണ് കമ്പാരിറ്റീവ്, ലീസ്റ്റ്, മെനിയോ, മച്ചിന് വരുമ്പോൾ മോർ ആണ്. അങ്ങനെ വരുന്ന ഇറഗുലർ ആയിട്ടുള്ള കമ്പാരിസൺസ് ആയിട്ടുള്ള വാക്കുകളും ഉണ്ട്. ലൈക്ക് ഇറഗുലർ ആയിട്ടുള്ള നമ്മൾ V3 ഫോം പഠിക്കുന്ന പോലെ ഇതിൻ്റെ അകത്തും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ എഗ്രീഡ് ഡാഷ് വാട്ട് എവർ കണ്ടീഷൻ വെയർ പുട്ട് ബിഫോർ ഹർ. കഴിഞ്ഞ നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫിക്സഡ് പ്രൊപ്പോസിഷൻസിൻ്റെ യൂസേജ് പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് എഗ്രി, നമ്മൾ എഗ്രി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, എഗ്രി നമുക്ക് 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും. എഗ്രി നമ്മളൊരു പേഴ്സണമായിട്ടുള്ള സിനാരിയോ ആണെങ്കിൽ എഗ്രി നമ്മൾ പറഞ്ഞു, ആൾക്കാരാണെങ്കിൽ വിത്ത് ഉപയോഗിക്കുന്നു പറഞ്ഞു. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ടു ആയിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും മാറ്ററോ പോയിന്റ് ആണെങ്കിൽ ഓൺ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വെർ പുട്ട് ബിഫോർ ഹർ. എന്തൊക്കെ കണ്ടീഷൻസ് ആണോ അവളുടെ മുമ്പിലുള്ളത് അതെല്ലാം അവർ എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരാളല്ല, ആളാണെങ്കിൽ വിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതല്ലാത്തതുകൊണ്ട് എന്ത് പറയാം, ടു പറയാം. ഇനി ഓൺ പറയണമെങ്കിൽ എന്തായിരിക്കണം, അവിടെ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ദേ ഫൈനലി എഗ്രീഡ് ഓൺ എ ഡേറ്റ് ഫോർ എ വെഡിങ്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു മാറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ വിത്തായിരിക്കും. ഇത് സിറ്റുവേഷൻ നമ്മൾ എന്തായിരിക്കും, എഗ്രി ടു ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫിക്സഡ് പ്രപ്പോസിഷൻ നമുക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓർത്തിരിക്കേണ്ട ഫിക്സഡ് പ്രപ്പോസിഷൻ ആണ്. എബൈഡ് വന്ന ബൈ ആണ്, പഠിച്ചു വെച്ചു. എബൈഡ് വന്ന ബൈ ആണ്. അക്യൂസ് വന്ന ഓഫ് ആണ്. അബൈഡ് ബൈ, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്. അബൈഡ് ബൈ, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്. കൺഗ്രാജുലേറ്റ് ഓൺ, നമുക്ക് എപ്പോഴും കൺഗ്രാജുലേറ്റ് യു എന്നൊക്കെ പറയാൻ തോന്നും, പക്ഷേ കൺഗ്രാജുലേറ്റ് ഓൺ എന്നാണ്. സക്സസ് എന്ന് പറയുമ്പോൾ കൺഗ്രാജുലേറ്റ് ഫോർ എന്നല്ല, കൺഗ്രാജുലേറ്റ് ഓൺ ആണ്. കൺഗ്രാജുലേറ്റ് ഫോർ നമ്മൾ ഉപയോഗിക്കില്ല. ഐ കൺഗ്രാജുലേറ്റ് ഫോർ യുവർ സക്സസ്, ഐ കൺഗ്രാജുലേറ്റ് ഓൺ യുവർ സക്സസ്. കൺഗ്രാജുലേറ്റ് വന്ന ഓൺ ആണ്, കൺഗ്രാജുലേറ്റ് വന്ന ഓൺ ആണ്. അപ്പോൾ അബൈഡ് ബൈ, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, കൺഗ്രാജുലേറ്റ് ഓൺ. ഡിഫർ ഫ്രം ഫോർ എ സംതിങ് ആണ്. ഡിഫർ വിത്ത്, നമുക്കറിയാം പേഴ്സൺ വന്നാൽ എന്ത് വന്നാലും വിത്ത് ചേർത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ജനറലായിട്ട് പഠിച്ചു വെച്ചു. ആൾക്കാർ തമ്മിലാണെങ്കിൽ നമുക്ക് അവിടെ പ്രിപ്പോസിഷൻ വിത്ത് ആണെന്ന് ഓർത്ത് വെച്ചു. വിത്ത് മനുഷ്യന് വിത്ത്. അപ്പോൾ എന്താണ്, ഡിഫർ ഫ്രം ഫോർ സംതിങ് ആയിരിക്കും, ആൻഡ് ഡിഫർ വിത്ത് ഫോർ someone's opinion ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റഡ് ഇൻ അവിടെ ഇന്നുണ്ട്, ഇവിടെ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ഇൻ, ലിസൺ ടു, സഫർ ഫ്രം. അപ്പോൾ അബൈഡ് ബൈ, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, കൺഗ്രാജുലേറ്റ് ഓൺ, ഡിഫർ ഫ്രം, ഇൻട്രസ്റ്റഡ് ഇൻ, ലിസൺ ടു, പിന്നെന്താണ് സഫർ ഫ്രം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും വായിക്കുമ്പോൾ ഓർത്തിരിക്കും. Next question, we are happy that our chief minister with the members of his cabinet dash to be present at the function. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ കൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് 2 ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് വെർബ് ഉപയോഗിക്കും. അപ്പോൾ നമുക്കറിയാം ചീഫ് മിനിസ്റ്റർ വിത്ത് ദി മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ്. നമുക്കറിയാം മെമ്പേഴ്സ് കണ്ടോ നമുക്ക് 6 എന്നൊക്കെ എഴുതാൻ തോന്നും, പക്ഷേ വിത്ത് നമ്മൾ 2 പേര് തമ്മിൽ ചേർക്കുന്ന സമയത്ത് അത് വിത്ത്, അല്ലെങ്കിൽ എന്താണ് എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, അക്കംപനീഡ് ബൈ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് നമ്മൾ 2 ആൾക്കാർ തമ്മിൽ കണക്ട് ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഫസ്റ്റ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും.
ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ടെൻസും എന്താക്കി സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും ഈസ് വരുന്നുണ്ട്. വി ആർ ഹാപ്പി ദാറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദി മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഈസ് ടു ബി പ്രസൻറ്റ് അറ്റ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് റൂളാണ് ഫസ്റ്റ് സബ്ജക്റ്റ് റൂൾ. അതായത് രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ നമ്മൾ കണക്റ്റേഴ്സ് ആയിട്ടുള്ള വിത്തോ എലോങ് വിത്തോ ടുഗദർ വിത്തോ ആസ് വെൽ ആസോ ഇൻ അഡീഷൻ ടു അക്കമ്പനീഡ് ബൈ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേങ്കിൽ അവിടെ വേറൊരു സാധനമുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോക്സിമിറ്റി റൂൾ ഉണ്ട്. അതായത് ഈ ചില സബ്ജക്റ്റ് പറയുമ്പോൾ ഐദർ ഓർ നൈദർ ഓർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നൈദർ ദ CM നോർ ദ മിനിസ്റ്റേഴ്സ്. അപ്പോൾ മിനിസ്റ്റേഴ്സാണ് രണ്ടാമത്. മിനിസ്റ്റേഴ്സ് പ്ലൂറലായത് എന്ത് കൊടുക്കും ആർ റെസ്പോൺസിബിൾ എന്ന് കൊടുക്കും. അപ്പോൾ രണ്ട് റൂളുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി റൂളുണ്ട്, സെക്കൻഡ് പ്രയോറിറ്റി റൂളും ഉണ്ട്. അതായത് വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത് ആസ് വെൽ ആസ് ഇൻ അഡീഷൻ ടു അക്കമ്പനീഡ് ബൈ ഒക്കെ വരുവാണെങ്കിൽ ആദ്യത്തെ ആളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേസമയം ഐദർ ഓറോ നൈദർ ഓർ നോറോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുകൂടി പഠിക്കണം. പിന്നെ വേറൊരു നമ്മൾ ആൻഡിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ആക്ച്വലി എക്സെപ്ഷൻസ് ആണ്. ആൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സിംഗുലറായിട്ട് ഉപയോഗിക്കണം. അതൊരു പ്ലൂറലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലൂറലായിട്ട് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക ബ്രെഡ് ആൻഡ് ദി ബട്ടർ എന്ന് പറയുമ്പോൾ സിംഗിൾ മീലായിരുന്നു. റൈസ് ആൻഡ് കറി എന്നൊക്കെ പറയുന്ന പോലെ സിംഗിൾ മീലാണ് അവിടുത്തെ അർത്ഥം എന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ഉപയോഗിക്കാം സിംഗുലർ ആയിട്ടുള്ള ഈസൊക്കെ ഉപയോഗിക്കാം. അതേസമയം എന്താണ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ക്യാബിനറ്റ് ആർ പ്രസന്റ്. അപ്പോൾ ചീഫ് മിനിസ്റ്ററും ഉണ്ട് ക്യാബിനറ്റും ഉണ്ട്, രണ്ടായിട്ട് കണക്കൊക്കെ നമുക്കവിടെ ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ എന്ത് ഉപയോഗിക്കണം ആർ ഉപയോഗിക്കണം എന്നുകൂടി പഠിക്കണം. ഇനി വേറൊരു കാര്യം ഈച്ച് എവരി വൺ സം വൺ നോ ബഡി മെനി അതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗുലർ വെർബാണെന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഈച്ച് അപ്പോൾ ഓരോ ആൾക്കാർ ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഓരോ ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കണം അവിടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഈച്ച് എവരി വൺ സം വൺ നോ ബഡി. ഇപ്പോൾ സം വൺ നോ ബഡി ഈച്ച് എവരി വൺ ഇനി എന്തായിരുന്നു ഈച്ച് എവരി വൺ സം വൺ നോ ബഡി ഈച്ച് എവരി വൺ സം വൺ നോ ബഡിയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ഉപയോഗിക്കണം നമുക്ക് സിംഗുലർ ഉപയോഗിക്കണം. പിന്നെ അടുത്തത് കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവായിട്ട് നമുക്ക് അത് അർത്ഥം വരുമ്പോഴത്തേക്കും ഒരു സിംഗുലർ ആയിട്ടുള്ള അത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കാൻ എന്നുകൂടി പഠിച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോ സൂണർ ഹാഡ് ഷി എൻറ്റർഡ് ദി റൂം ഡാഷ് ആൻഡ് എവ്രിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. അപ്പോൾ എന്താണ് ഇത് ആക്ച്വലി ഒരു കോറിലേറ്റീവ് കൺജക്ഷൻ ആണ്. അതായത് നമ്മൾ മറ്റേ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെ പറയുന്ന പോലെ നോ സൂണർ വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കണം ദാൻ ഉപയോഗിക്കണം. നോ സൂണർ വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കണം ദാൻ ഉപയോഗിക്കണം. അത് നമുക്ക് റൂളാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ദാൻ വരുന്ന ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. കണ്ണും പൂട്ടി എന്തിലോട്ട് പോവാം ദാനിലോട്ട് പോവാം. അപ്പോൾ ഓർക്കണം നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ ഉപയോഗിക്കണം. പിന്നെ അവിടെ വേറൊരു കാര്യം നോ സൂണറിൻ്റെ കൂടെ ഇരിക്കുന്ന വെർബ് ഹാഡ് V3 ഫോർമാറ്റിൽ മറ്റ് രണ്ടാമത്തെ വെർബ് എന്തായിരിക്കും V2 ഫോർമാറ്റും ആണെന്ന് ഓർത്തിരിക്കും. അപ്പോൾ നോ സൂണർ വന്നാൽ ദാൻ ഉപയോഗിക്കണം എന്ന് പഠിച്ചിരിക്കണം. നോ സൂണറിൻ്റെ കൂടെ ഉള്ളത് ഹാഡ് V3 ഫോർമാറ്റും രണ്ടാമത്തേത് എന്തായിരിക്കും V2 ഫോർമാറ്റ് ആണ് എന്നുകൂടി ഓർത്തേക്കണം. അടുത്തതിൽ കുറച്ച് റിലേറ്റഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നോ സൂണർ വന്നാൽ ദാൻ ഉപയോഗിക്കണം എന്ന് പഠിച്ചു വെച്ചു. വേറൊരു കാര്യം ഹാർഡ്ലിയും സ്കാസ്ലി വന്ന വെൻ ആണ്. ഹാർഡ്ലി സ്കാസ്ലിയൊക്കെ വരുമ്പോൾ വെൻ. ഇപ്പോൾ നോ സൂണർ വന്നാൽ ദാൻ ഉപയോഗിക്കണമെന്നും ഹാർഡ്ലി സ്കാസ്ലി വന്ന വെൻ. ഫോർ എക്സാമ്പിൾ എന്താ പറയാം ഹാർഡ്ലി ഹാഡ് ഷീ റീച്ച് എ റൂം വെൻ ദി ലൈറ്റ്സ് വെൻഡ്. പക്ഷെ നമുക്ക് ആദ്യം നോ സൂണർ ആണെങ്കിലോ നോ സൂണർ ആണെങ്കിൽ നമുക്ക് എന്താണ് ദെൻ ദി ലൈറ്റ്സ് വെൻഡ് ഓഫ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഹാർഡ്ലി ആയതുകൊണ്ട് എന്താണ് വെൻ ദി ലൈറ്റ്സ് വെൻഡ് ഔട്ട് എന്ന് പറയാം. ഓക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നോ സൂണർ ആണെങ്കിൽ ദാൻ ഉപയോഗിക്കണമെന്നും ഹാർഡ്ലിയോ സ്കാസ്ലി ആണെങ്കിൽ വെൻ ഉപയോഗിക്കണമെന്നും പഠിച്ചു വെച്ചേക്കാം. ഇനി വേറൊരു കാര്യം ഈ നോ സൂണർ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം വെർബ് പിന്നെ ആ ഒരു ഇൻവേർഷൻ ഉണ്ട് എന്ന് കൂടി ഓർത്തേക്കുക. പിന്നെ ആദ്യം നമ്മൾ ഹാഡ് V3 ഉപയോഗിക്കും, പിന്നീട് നമ്മൾ V2 ഫോർമാറ്റ് ഉപയോഗിക്കത്തുള്ളൂ എന്ന് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി സെക്ഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. നമ്മൾ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഓഫ് ദി പാസ്റ്റ്. ഒരു സെൻറ്റൻസിൽ രണ്ട് പാസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന പാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ഹാഡ് V3 ഫോർമാറ്റും രണ്ടാമത് നടന്ന പാസ്റ്റ് നമ്മൾ V2 ഫോർമാറ്റേ കൊടുക്കത്തുള്ളൂ. നമ്മൾ പഠിച്ച റൂളാണ്. അതുപോലെ തന്നെ ഇഫ് ക്ലോസും പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ ഇഫ് വരുന്ന സമയത്തൊക്കെ. അത് നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാം. ഇത് ഓർത്ത് വെച്ചു. അപ്പോൾ ഇവിടെ എന്താണ് വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ
ദ സെക്ഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. അപ്പോൾ എന്താണ്, ആദ്യം അവളുടെ സ്പീച്ചായിരുന്നു. സ്പീച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പോയി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്, സ്പീച്ചാണ്. അപ്പോൾ അവിടെ എന്ത് വരണം, ഹാഡ് V3. ഹാഡ് V3 ഉള്ള ഏത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹാഡ് ഗിവൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അത് നമുക്ക് സിമ്പിൾ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്. അപ്പോൾ എന്താണ്, ഗസ്റ്റ് എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ അഡ്മയർ ചെയ്തു, ബട്ട് അവർക്ക് എൻ്റെ റൈറ്റിങ്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സീം ടു ഹാവ് ഡിസ്ലൈക്ക് എന്നായിരിക്കും ഉപയോഗിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മയർഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് എന്തേ ഉപയോഗിക്കാൻ പറ്റും, അവിടെ പാസ്റ്റേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അവിടെ സീം ടു ബി ഡിസ്ലൈക്ക് അല്ലെങ്കിൽ സീം ടു ബി ഡിസ്ലൈക്കിംഗ് ഒന്നും നമുക്ക് അവിടെ വരത്തില്ല. BO നമുക്ക് എടുക്കാം. ആൻഡ് സീം ടു ഹാവ് ഡിസ്ലൈക്ഡ്, അപ്പോൾ അവിടെ പാസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വരാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടും എന്തായിരിക്കണം, സിമ്പിൾ പാസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പഠിക്കണം. അപ്പോൾ സീം ടു ഹാവ്, സീം വന്നാൽ എപ്പോഴും 2 ആയിരിക്കും. സീം ടു ഹാവ് V3 ഫോർമാറ്റ് ആയിരിക്കും വരാ എന്നോട് ഓർക്കും. സീം ടു ഹാവ് V3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ്. ഇതുപോലെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും മറ്റേ ചൈൽഡ് ലൈക്ക് ഒക്കെ ചോദിക്കുന്ന പോലെ ഇതിലുമുണ്ട്. ഐ തിങ്ക് ഹിം ആസ് എ സില്ലി ബോയ്. ഇതും ക്യാൻസൽ ചെയ്തു. ചോദിച്ചിട്ട് എന്തിനാ ക്യാൻസൽ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജെമിനിയോട് ചോദിക്കുമ്പോൾ ജെമിനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളൊരിക്കൽ തിങ്ക് എന്ന് പറയുമ്പോൾ തിങ്കിൻ്റെ കൂടെ ഒരിക്കലും ആസ് ചേർക്കത്തില്ല. ഐ തിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഐ തിങ്ക് ഹിം ആസ് എന്ന് പറയും. ഐ തിങ്ക് ഹിം എ ജെന്യുവിൻ ജീനിയസ്. ഐ കൺസിഡർ ഹിം, അല്ലെങ്കിൽ കൺസിഡർ വരുമ്പോൾ കോൾ വരുമ്പോൾ നെയിം അപ്പോയിൻറ്റ് ഇലക്ടൊക്കെ അവിടെ വീണ്ടും ആസ് വേണ്ട, ബിക്കോസ് നമ്മൾ തോന്നുവാണല്ലോ. അപ്പോൾ അവിടെ വീണ്ടും ആസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. തിങ്ക് വരുമ്പോഴോ കൺസിഡർ വരുമ്പോഴോ കോള് നെയിം അപ്പോയിൻറ്റ് എലക്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ വീണ്ടും ആസ് ഉപയോഗിക്കേണ്ട എന്നാണ് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് ഹിം എ ജീനിയസ് അല്ലെങ്കിൽ ഐ തിങ്ക് ഹിം ഹാസ് എ ജീനിയസിൻ്റെ ആവശ്യമില്ല. ഐ കൺസിഡർ ഹിം മൈ ബ്രദർ, ഐ കൺസിഡർ ഹിം ആസ് മൈ ബ്രദറിൻ്റെ ആവശ്യമില്ല. ഐ കോൾഡ് ഹിം ഹീറോ, ഐ കോൾഡ് ഹിം ആസ് എ ഹീറോൻ്റെ ആവശ്യമില്ല. ദേ ഇലക്റ്റഡ് ഹിം പ്രസിഡൻറ്റ്, ദേ ഇലക്റ്റഡ് ഹിം ആസ് എ പ്രസിഡൻ്റ് ആവശ്യമില്ല. അപ്പോൾ എന്താണ്, ഇതേപോലെ ഈ തിങ്ക് വരുമ്പോൾ കൺസിഡർ വരുമ്പോൾ കോള് നെയിം അപ്പോയിൻറ്റ് ഇലക്റ്റൊക്കെ വരുമ്പോൾ ആസ് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എവിടെ വരണം, റിഗാർഡ് ട്രീറ്റ് ഡിസ്ക്രൈബ് ഒക്കെ വരുമ്പോൾ എന്ത് വരണം, ആസ് വരണം. അപ്പോൾ അതാണ് ഒരു മിസ്റ്റേക്കായിട്ട് പറയുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു വെച്ചാൽ അറിയത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. അറിയാം, വൺ മസ്റ്റ് ഡു വൺസ് വർക്കാണ്. അത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനിലും റെപ്പിറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പം പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഓർത്തിരിക്കുക. നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് മൊമെൻറ്റ്, കറൻ്റ്ലി, ലുക്ക്, ലിസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. പക്ഷേ സ്റ്റേറ്റീവ് ആയിട്ടുള്ള വെർബായിട്ടുള്ള ലവ്, ഹേറ്റ്, ലൈക്ക്, വോണ്ട്, നീഡ്, നോ, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും അതിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത്, ആ വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അത് അങ്ങനത്തെ വേർബ്സാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഈ ഫിക്സഡ് ആയിട്ടുള്ള നിയർ ഫ്യൂച്ചർ വന്നാൽ വേണമെങ്കിൽ ഫ്യൂച്ചറിന് പകരം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ദാൻ എപ്പോൾ ഉപയോഗിക്കുന്നു, കമ്പാരിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ദാൻ ഉപയോഗിക്കുന്നത്. സൂപ്പർലേറ്റീവ് ദ കോസ്റ്റ്ലിയസ് എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവാമെന്നും പഠിച്ചു. പിന്നെ നമ്മൾ എഗ്രിയുടെ കാര്യം പറഞ്ഞു. ഒരാളുമായിട്ടാണെങ്കിൽ നമ്മൾ വിത്ത് ആയിരിക്കും പറയുക, ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ടു ആയിരിക്കും പറയുക. പിന്നെ നമുക്കൊരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഓൺ ആയിരിക്കും പറയാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അബൈഡ് ബൈ, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, കൺഗ്രാറ്റുലേറ്റ് ഓൺ, ഡിഫർ ഫ്രം. സിറ്റുവേഷൻ ആണെങ്കിൽ ഫ്രം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ഡിഫർ വിത്ത് ആണെന്ന് പറഞ്ഞു. പേഴ്സൺ മിക്കവാറും എല്ലാം വിത്ത് ആട്ടോ. ഇൻട്രസ്റ്റഡ് ഇൻ, ലിസൺ ടു, സഫർ ഫ്രം എന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചു, ഫസ്റ്റ് സബ്ജക്റ്റ് റൂൾ. നമ്മൾ ഈ അലോങ് വിത്ത്, വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, അക്കമ്പനീഡ് ബൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ വെർബ്, ആദ്യത്തെ നൗണിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആ ഒരു സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്താ സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കുക. അതേസമയം എന്താണ് ഈ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടാമത്തെ വെർബിൻ്റെ കൂടെയുള്ള ആൾക്ക് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത്തെ ആൾ പ്ലൂറൽ ആണെങ്കിൽ അതും വെർബും പ്ലൂറായിട്ട് ഉപയോഗിക്കുക എന്നോട് ഓർത്തിരിക്കുക. പിന്നെ എവ്രി, ഈച്ച്, എവ്രി വൺ, സം വൺ, നോ ബഡി എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത് ഓർക്കണം. പിന്നെ കളക്റ്റീവ് ആയിട്ടുള്ള അൺകൗണ്ടബിൾ വന്നു കഴിഞ്ഞാൽ സിനാരിയോ അനുസരിച്ച് സിംഗുലറും പ്ലൂറലും നോക്കിയും കണ്ടും എഴുതി വെക്കുക. ആൻഡും ഇതുപോലെ തന്നെയാണ് സിനാരിയോ മനസ്സിലാക്കുക. ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒറ്റ മീലായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. അതേസമയം
ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ക്യാബിനറ്റ് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ആർ ഉപയോഗിക്കാം. സിനാരിയോ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. എപ്പോഴും നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നോ സൂണർ വന്നാൽ ദാൻ ആയിരിക്കുമെന്നും അതിൻ്റെ V3 ഫോമാറ്റും V2 ഫോമാറ്റും നമ്മൾ പഠിച്ചു. ഹാർഡ്ലി സ്കാസ്ലി വന്നാൽ വെൻ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പാസ്റ്റ് ആയിരിക്കും. രണ്ട് പാസ്റ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നതിന് ഹാഡ് V3 ചേർത്തും രണ്ടാം നടക്കുന്നതിന് വെറും V2 ചേർത്തും പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സീം വന്നു കഴിഞ്ഞാൽ സീം ടു ഹാവ് അതേപോലെ ഹാഡ് V3 ആണ് കാര്യം പഠിച്ചു. പിന്നെ നമ്മൾ തിങ്ക് വന്നാൽ മോസ്റ്റ് പ്രോബബ്ലി ആസ് വരൂല എന്നാലും കൺവേഴ്സ് ലൈക്ക് റിഗാർഡ് ട്രീറ്റ് ഡിസ്ക്രൈബ് ഒക്കെ വന്നാൽ ഹാഡ് വരുമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വന്നാൽ വൺസ് എന്നായിരിക്കും നമ്മൾ പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞ വീഡിയോ ലെങ്ത് കൂട്ടില്ല. അത് വീണ്ടും നോക്കുക. നമുക്ക് റാപ്പിഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലൈക്ക് ഈ ഫിക്സഡ് പ്രൊപ്പോസിഷൻസ് ഒക്കെ ഒന്ന് നോക്കിയേക്കുക. അതോടൊപ്പം തന്നെ ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് നൈദർ ഓർ നോർ, ഹാർഡ്ലി സ്കാസ്ലി വെൻ വരും, നോ സൂണർ ദാൻ്റെ കാര്യം ഒത്തിരിക്കുക. ടെൻസിൻ്റെ റൂൾസ് അറിഞ്ഞേക്കുക. ഓരോ ടെൻസിൻ്റെ റൂൾസ് എന്താണ്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എൽഡറും അതോടൊപ്പം തന്നെ ഓൾഡർ ആണെങ്കിൽ ദാൻ ഉപയോഗിക്കുക, എൽഡറിന് ഒരിക്കലും ദാൻ ഉപയോഗിക്കത്തില്ല എന്നുകൂടി പഠിച്ചേക്കുക. ഓക്കെ, എപ്പോഴും കമ്പാരിറ്റീവ്ലി ദാൻ ഉപയോഗിക്കത്തുള്ളൂ എന്നുകൂടി ഓർത്തേക്കുക.